ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയയും ശങ്കറും സംസാരിച്ചത് എല്ലാം തന്നെ റെക്കോർഡാക്കുകയാണ് കേട്ടോ അർജുൻ. അവരറിയാതെ തന്നെ ക്യാമറ വെച്ച ശേഷം അവർ സംസാരിച്ച എല്ലാ കാര്യങ്ങളും അങ്ങ് റെക്കോർഡാവുകയാണ്. അങ്ങനെ പ്രിയയും ശങ്കർ റാമും അർജുനെയും പൂജയെയും അച്ഛമ്മയും കണ്ടതോടുകൂടി അവരാകെ അങ്ങ് പേടിക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രിയയുടെ കയ്യിലുള്ള ആ ഒരു ഫയലും കാര്യങ്ങളൊക്കെ അങ്ങനെ അർജുൻ വാങ്ങിച്ചെടുക്കുകയാണ്. നന്ദ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നന്ദനെ ഉറക്ക ഗുളിക കൊടുത്ത് പ്രിയ ഉറക്കിയ ശേഷം നന്ദൻ്റെ സ്വത്തുക്കളൊക്കെ പ്രിയയുടെ പേരിലേക്ക് ആക്കിയതിൻ്റെ ആ ഫയലും കാര്യങ്ങളൊക്കെ അർജുൻ അങ്ങ് വാങ്ങിച്ചെടുക്കുകയാണ്. അങ്ങനെ പ്രിയക്ക് നിക്കക്കളി ഇല്ലാതെ ആവുകയാണ്. അങ്ങനെ പ്രിയ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നിൽക്കുന്ന സമയത്ത് മധു ആൻറ്റി അങ്ങ് വരികയാണ്. അങ്ങനെ മധു ആൻറ്റിയുടെ കയ്യിൽ നിന്നും കണക്കിനങ്ങ് കിട്ടുന്നുണ്ട് കേട്ടോ. മധു ആൻറ്റി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ജയിലിലേക്ക് പറഞ്ഞയക്കില്ലടി, നീ എന്നെ കൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള ദ്രോഹങ്ങളാണ് ചെയ്യിപ്പിച്ചത്, അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ തീർക്കും എന്നൊക്കെ പറഞ്ഞ് പ്രിയനെ അങ്ങ് പൊടിച്ച് പോക്കി കൊല്ലാൻ പോവാണ് കേട്ടോ. അങ്ങനെ പ്രിയയുടെ കഴുത്തങ്ങ് പിടിച്ച് അമർത്തുകയാണ്. അപ്പോഴത്തേക്കും അർജുനും പൂജയും കൂടി തടയാണ്. മധു ആൻറ്റി വെറുതെ വിഡ്ഢിത്തരം കാട്ടല്ലേ, ഇപ്പോൾ ഇവള് മരിച്ചു വീണ് കഴിഞ്ഞാൽ അതിൻ്റെ സാക്ഷി കൂടി നമ്മൾ പറയേണ്ടി വരും, അതുകൊണ്ട് വെറുതെ മധു ആൻറ്റി ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോവേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അർജുൻ മധു ആൻറ്റി അങ്ങ് തടയാണ്. അങ്ങനെ അച്ചമ്മയുടെ കയ്യിൽ നിന്നും മധു ആൻറ്റിയുടെ കയ്യിൽ നിന്നും പൂജയുടെ കയ്യിൽ നിന്നും പ്രിയക്ക് നന്നായിട്ട് തന്നെ അടി കിട്ടുന്നുണ്ട്. അർജുൻ മാത്രമാണ് കേട്ടോ അടിക്കാതിരിക്കുന്നത്. അർജുൻ പറയുന്നുണ്ട്, പെണ്ണുങ്ങളെ അടിച്ച ശീലം എനിക്കുമില്ല, അതുകൊണ്ട് തന്നെ നിന്നെ അടിക്കുന്നതിന് പകരം ഇയാൾ എല്ലാത്തിനും കൂട്ടുനിന്ന ഇയാളേനെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് ശങ്കറിനെ പൊതിരെ അടിക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചിട്ട് ഒരു പരുവമാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശങ്കർ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ഒക്കെ അർജുൻ അങ്ങ് തടയുന്നുണ്ട്. എവിടേക്കാടാ നീ ഓടിപ്പോകുന്നത്, നിനക്കിനി ഓടിപ്പോവാനൊന്നും ഒരു രക്ഷയുമില്ല എന്നൊക്കെ പറഞ്ഞ് അർജുൻ അങ്ങ് തടയണം. അങ്ങനെ അടി കിട്ടിയതോടുകൂടി ശങ്കർ പോയി വീഴുന്നത് നന്ദഗോപൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് കേട്ടോ. അങ്ങനെ നന്ദഗോപനെ അങ്ങ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദനാണെങ്കിൽ ശങ്കറിനെ കണ്ടതോടുകൂടി കലി തുള്ളിയിട്ട്, എടാ ചതിയ, നിന്നെ ഞാൻ എത്രത്തോളം അധികം സ്നേഹിച്ചതാണ്, എന്നിട്ടും നീ എൻ്റെ കുടുംബം ഇല്ലാതാക്കാനല്ലേ നോക്കിയത്, എന്തിനു വേണ്ടിയിട്ടാടാ, സ്വത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തെല്ലാം തന്നെ ഞാൻ നിനക്ക് തന്നില്ലേ, പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ചോരനീരായി ഉണ്ടാക്കിയ സ്വത്തിൽ ഞാൻ എൻ്റെ അരുണിമയ്ക്കും എൻ്റെ മകൾക്കും എഴുതി കൊടുക്കുന്നതിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് പോലും നീ എന്നെ ചതിച്ചു, എൻ്റെ സ്വത്തുക്കൾ എല്ലാം തന്നെ നിനക്ക് കൈക്കലാക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് നിന്നെ ഞാൻ ഇനി വെറുതെ വിടില്ലടാ എന്നൊക്കെ പറഞ്ഞ് ശങ്കറിനെ പൊതിരെ അങ്ങ് നന്ദഗോപൻ അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നീ എന്ത് കരുതിയടി, നീ എൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ പോകുന്ന ഈ സ്വത്തുക്കളൊക്കെ നിനക്കങ്ങ് സ്വന്തമാക്കാമെന്ന് കരുതിയ എല്ലാം തന്നെ ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് നിൻ്റെ പേരിലേക്ക് ഇങ്ങനെയൊക്കെ സ്വത്തുക്കൾ ആക്കിയതും അതെല്ലാം തന്നെ ഇനി അസാധുവാക്കാനുള്ളതും എനിക്കറിയാം. ഇഷ്ടദാനമായി കൊടുക്കുന്ന സ്വത്തുക്കളല്ലേ എപ്പോൾ വേണമെങ്കിലും ആ കൊടുത്ത ആൾക്ക് തന്നെ എപ്പോൾ വേണമെങ്കിലും അതെല്ലാം ക്യാൻസലാക്കാനും കഴിയും എന്നൊക്കെ പറഞ്ഞ് പ്രിയേനെ നന്നായിട്ട് തന്നെ നന്ദഗോപൻ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രിയേനെയും ശങ്കർ റാമിനെയും നന്ദഗോപൻ പോലീസിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ നന്ദഗോപൻ പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ കുമാർ വന്നിട്ടാണ് ശങ്കറിനെയും പ്രിയേനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവർ രണ്ടുപേരെയും കൊണ്ടുപോകുന്ന സമയത്ത് ശങ്കറും പ്രിയയും ദേഷ്യത്തോടു കൂടി അടക്കാനാവാത്ത കലിയോട് കൂടിയിട്ടാണ് കേട്ടോ അവർ പോകുന്നത്. എനിക്ക് എൻ്റെ കയ്യെത്തും ദൂരത്ത് സ്വത്തുക്കളൊക്കെ കിട്ടിയത് നിഷ്പ്രയാസം കൊണ്ട് തന്നെ അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു കുറ്റബോധം നന്നായിട്ട് തന്നെ പ്രിയക്കുണ്ട്. പക്ഷേ പ്രിയ ഇനിയും വെറുതെ ഇരിക്കാനൊന്നും സാധ്യതയില്ല. പൂജയോടുള്ള അടക്കാനാവാത്ത ദേഷ്യം കൊണ്ട് തന്നെ പ്രിയ ഇനിയും ഒരുമ്പെട്ട് തന്നെ ഇറങ്ങൂട്ടോ. അങ്ങനെ പ്രിയയും ശങ്കർ റാമിനെയും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഇതെല്ലാം അറിയുന്ന സേനാപതി നേരെ കമ്മീഷണറെയാണ് കേട്ടോ വിളിക്കുന്നത്. കമ്മീഷണറെ വിളിച്ചിട്ട് പറയാണ്, പ്രിയയും ശങ്കർ റാമിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരവിടെ ഇരിക്കുന്നതും അവരെ കോടതിയിൽ കൊണ്ടുപോകുന്നതും നമുക്ക് രണ്ടുപേർക്കും ദോഷമാണ്. നമ്മളുടെ എല്ലാ ഡീലുകളും അവർക്ക് രണ്ടുപേർക്കും അറിയാം. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരെല്ലാം ഒറ്റുകൊടുക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് തന്നെ ജാമ്യത്തിൽ ഇറക്കണം. അതിനുള്ള ഏർപ്പാട് കമ്മീഷണർ സാർ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ കമ്മീഷണർ അത് കേട്ടതോടുകൂടി കമ്മീഷണർക്കും അങ്ങ് പേടിയാവണം. കോടതിയിൽ അവരെ എത്തിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു തീരുമാനം കമ്മീഷണറും എടുക്കുകയാണ്. അപ്പോൾ സേനാപതിയാണെങ്കിൽ എനിക്ക് കോടതിയിലേക്ക് ആ പ്രിയനെ പറഞ്ഞയക്കുന്നതിൽ ഒട്ടും തന്നെ താല്പര്യമില്ല. അവളെ എൻ്റെ കൈകളിൽ കിട്ടണം. എൻ്റെ മോളെ ഇല്ലാതാക്കിയ അവളെ ഞാൻ വെറുതെ വിടില്ല. അവളെ എങ്ങനെ കൊല്ലണം എന്നുള്ളതും അവളുടെ ജീവിതം ഇനി എങ്ങനെ ആവണം എന്നുള്ളതൊക്കെ ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയയെ എൻ്റെ
കയ്യിൽ കിട്ടണം എന്നുള്ള ആ ഒരു വാശി സേനാപതിക്കും ഉണ്ടാവും കേട്ടോ. അങ്ങനെ സേനാപതി ഏർപ്പാടാക്കിയ കമ്മീഷണറും സേനാപതിയും ഏർപ്പാടാക്കിയ ആളുകൾ തന്നെയാണ് പ്രിയനെയും ശങ്കർറാമിനെയും ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പറഞ്ഞയക്കുന്നത്. ഈ സമയത്ത് പ്രിയനെയും ശങ്കർറാമിനെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം നന്ദൻ പൂജയുടെ അടുത്ത് വന്ന് സ്നേഹത്തോടു കൂടി അങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മ ഒക്കെ കൊടുക്കാൻ കേട്ടോ. എൻ്റെ മോളെ എത്രത്തോളം അധികമാണ് അവൾ കാരണം ഞാൻ ദ്രോഹിച്ചത്. നിന്നോട് ചെയ്ത പാപങ്ങൾക്കെല്ലാം എനിക്ക് നീ മാപ്പ് തരണം മോളെ. ഈ വിഡ്ഢിയായ ഈ അച്ഛനോട് നീ ക്ഷമിക്കണം. എൻ്റെ മോളെ തിരിച്ചറിയാനുള്ള ആ ഒരു ബുദ്ധി എനിക്ക് ഉണ്ടായില്ലല്ലോ. ഞാൻ കാരണമാണ് നിന്നോട് അച്ഛമ്മയും മധു ആൻറ്റി ഇത്രത്തോളം അധികം ക്രൂരമായിട്ട് നിന്നോട് പെരുമാറിയത്. കാരണം പ്രിയ ആ തെളിവുമായി എൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഞാൻ എൻ്റെ മോളാണെന്ന് തന്നെ അങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാൻ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് പ്രിയനെ അച്ഛമ്മയും മധു ആൻറ്റിയും ഏറ്റെടുത്തത്. അവരെ കൂടി ഞാൻ ഇതിലേക്ക് വലിച്ചഴക്കുകയാണ് ചെയ്തത്. അവർ നിന്നോട് ചെയ്തതുപോലും ഞാൻ കാരണമാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് നന്ദഗോപൻ അങ്ങ് പൊട്ടിക്കരയാൻ കേട്ടോ. അത് കാണുമ്പോൾ പൂജയ്ക്കുടെ മനസ്സങ്ങ് തകരുകയാണ്. അച്ഛൻ എന്നോട് ഒരിക്കലും മാപ്പ് പറയരുത്. എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ. എന്തായാലും സത്യം ഒരു നാൾ മറ നീക്കി പുറത്തു വരുമെന്നുള്ളത് അച്ഛന് ഇപ്പം മനസ്സിലായില്ലേ. അതുകൊണ്ട് അച്ഛൻ ഇനി ഒരിക്കലും വിഷമിക്കരുത്. ഇനി അമ്മയെ എത്രയും പെട്ടെന്ന് അജുവേട്ടൻ പുറത്തിറക്കിയ ശേഷം എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എൻ്റെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട എൻ്റെ ബാല്യകാല ജീവിതം എനിക്ക് ആസ്വദിച്ച് ജീവിക്കണം. അതിന് അജുവേട്ടൻ എത്രയും പെട്ടെന്ന് അമ്മയെ പുറത്തിറക്കണം. എന്നിട്ട് അമ്മയുടെ മനസ്സിലുള്ള അച്ഛനെ കുറിച്ചുള്ള അമ്മയുടെ മനസ്സിലെ ആ തെറ്റിദ്ധാരണ എന്ത് തന്നെ ആയാലും അത് മാറ്റിയെടുക്കണം. അത് മാത്രമാണ് ഇനി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാം ശരിയാവും പൂജ, നീ വിഷമിക്കാതിരി എന്നൊക്കെ പറഞ്ഞ് അർജുൻ അങ്ങ് പൂജയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പൂജയോട് അച്ഛമ്മയും മധു ആൻറ്റിയും സ്നേഹത്തോടു കൂടി പൂജയുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് മോളെ വാ നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നേരെ അർജുൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോവാണ്. ഈ സമയത്ത് മാധുരി അമ്മയും കനകേച്ചിയും ഇവരെ വരവേൽക്കാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ ആരതിയുമായിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് വീണ്ടും കനകേച്ചി പൂജയെ ആരതി കൊണ്ട് ഒഴിയാണ്. എന്നിട്ട് സന്തോഷത്തോടു കൂടി അകത്തേക്ക് കയറി വരാൻ പറയാണ്. അപ്പോൾ അച്ഛമ്മ പൂജയോട് പറയാണ്, ഇത്രയും കാലം ഞങ്ങളെല്ലാവരും ഒരു മാന്ത്രിക വലയത്തിൽ പെട്ടിരിക്കുകയായിരുന്നു. സത്യം എന്താണെന്ന് തിരിച്ചറിയാതെ ഞങ്ങളെ എല്ലാവരുടെയും കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയായിരുന്നു. ഇനി ഇപ്പോഴാണ് ഞങ്ങൾ സത്യമെല്ലാം തിരിച്ചറിഞ്ഞത്. അധർമ്മത്തിൻ്റെ മേൽ സത്യം ജയിച്ചു എന്ന് പറയില്ലേ, ആ ഒരു ദിവസമാണ് മോളെ ഇന്ന് നിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ നിന്നെ ഞങ്ങളെല്ലാവരും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്, ഞങ്ങളുടെ ചോരയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ നീ ഇന്ന് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറണം എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ പൂജയെ വല്ലാതെ അങ്ങ് സ്നേഹിക്കാൻ കേട്ടോ. ഒപ്പം മധു ആൻറ്റിയും കൂടി സന്തോഷത്തോടു കൂടി തന്നെയാണ്, മധു ആൻറ്റിയൊക്കെ മനസ്സ് നിറഞ്ഞുകൊണ്ട് തന്നെയാണ് പൂജയെ അകത്തേക്ക് കയറ്റുന്നത്. അങ്ങനെ പൂജ വലതുകാൽ വെച്ച് അങ്ങ് അകത്തേക്ക് കയറി പോവാൻ കേട്ടോ. അങ്ങനെ ഇന്ന് പായസവും ആഘോഷവും ഒക്കെ ആയിട്ട് നല്ല സന്തോഷമായ ഒരു ദിവസം തന്നെയാണ്. അതുകൊണ്ട് മാധുരി, കനകം ഇന്ന് നല്ലൊരു സദ്യ തന്നെ ഉണ്ടാക്കുക എന്നൊക്കെ പറയാണ്. പിന്നീട് അരുണിമയെ കൂടി പുറത്തിറക്കണം. ആ ഒരു സന്തോഷ നിമിഷമാണ് ഇനി നമുക്ക് വന്നെത്തേണ്ടത്. എന്നിട്ട് സന്തോഷമായിട്ട് തന്നെ നമുക്ക് ജീവിക്കണം എന്ന് പറയുമ്പോൾ അർജുനോട് പറയുകയാണ് കേട്ടോ. അങ്ങനെ അർജുൻ പറയും, എത്രയും പെട്ടെന്ന് അരുണിമാൻറ്റി ഇനി പുറത്തിറക്കും അച്ഛമ്മേ. അരുണിമാൻറ്റി തെറ്റുകാരിയല്ല എന്നുള്ളതിനുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു അച്ഛമ്മേ. പ്രിയയാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ളതെല്ലാം തെളിവും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് അച്ഛമ്മ ഇനി ഒരിക്കലും പേടിക്കേണ്ട. അരുണിമാനി എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങും എന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടി അവരവിടെ നിന്ന് അങ്ങ് പോവാൻ കേട്ടോ. പിന്നീട് അർജുൻ റൂമിലിരുന്ന് ഇങ്ങനെ സന്തോഷത്തോടു കൂടി പൂജയെ എല്ലാവരും സ്നേഹിക്കുന്നതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ പൂജയെ എല്ലാവരും അംഗീകരിച്ചല്ലോ, അങ്ങനെ ഒരു ദിവസം എനിക്ക് വന്നെത്തിയല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി അവിടെ ഇങ്ങനെ ഇരിക്കാവും. അപ്പോഴാവും അവിടേക്ക് പൂജ അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് പൂജ ചോദിക്കുക, എന്താ അജുവേട്ട ഇങ്ങനെ ആലോചിക്കുന്നത്? ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചതാണ് എന്ന് പറയുമ്പോൾ, അല്ല അജുവേട്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ പ്രിയനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നല്ലേ ഉള്ളൂ, അവൾക്ക് കോടതിയിലേക്ക് കൊണ്ടുപോകാനോ ഒന്നിനും സമയമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി അവൾ കോടതിയിൽ നിന്നും രക്ഷപ്പെടില്ല. അവൾക്കുള്ള എല്ലാ തെളിവുകളും എൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് ഇനി അവൾക്ക് പുറത്തിറങ്ങാനൊന്നും കഴിയില്ല. നീ ഒരു പേടിയും വിചാരിക്കേണ്ട. അമ്മയെ എത്രയും പെട്ടെന്ന്, നിൻ്റെ അമ്മയെ അരുണിമാൻ്റെയെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നിരപരാധിയാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ ഞാൻ പുറത്തിറക്കും. നീ കണ്ടോ, ആ ഒരു നിമിഷമാണ് ഇനി നിൻ്റെ ജീവിതത്തിൽ വന്നെത്താനുള്ള. നിന്നോട് ഞാൻ പറഞ്ഞ വാക്കാണ് ഞാൻ പാലിക്കാൻ പോകുന്നത്. നീയും നിൻ്റെ അമ്മയും അച്ഛനുമൊത്ത് സന്തോഷമായിട്ട് തന്നെ ജീവിക്കും. അത് നിനക്ക് ഞാൻ തരുന്ന വാക്കാണ് എന്നൊക്കെ പറഞ്ഞ് അർജുൻ അങ്ങ് പൂജയെ അങ്ങ് ചേർത്ത് പിടിക്കാൻ കേട്ടോ. അങ്ങനെ പൂജ സന്തോഷത്തോടു കൂടി അർജുൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് കിടന്ന ശേഷം ആ സന്തോഷ നിമിഷം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ.